പപ്പായ ഇങ്ങനെ ഒന്ന് തയ്യാറാക്കി നോക്കൂ. അതിന് പപ്പായ കഷ്ണങ്ങളായി മുറിച്ചതിന് ശേഷം കഴുകി ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് 1/2 ടീസ്പൂൺ കടുകിട്ട് കടുക് പൊട്ടിയതിന് ശേഷം ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചെറുതായി അരിഞ്ഞത് ഇട്ടൊന്ന് വഴറ്റിയെടുക്കുക. പിന്നീട് അതിൽ നമുക്ക് മസാലകൾ ചേർക്കാം. 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/4 ടീസ്പൂൺ ഉലുവ, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ചെറിയ കഷ്ണം കായം, ആവശ്യത്തിന് ഉപ്പ് എന്നിവ ഇട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. പച്ചമണം മാറുന്നത് വരെ വഴറ്റിയതിന് ശേഷം നമുക്കതിലേക്ക് അരിഞ്ഞു വച്ച പപ്പായ ഇട്ട് നന്നായി യോജിപ്പിച്ചെടുക്കാം. തീ മീഡിയം ഫ്ലെയിമിൽ വെച്ച് കുറച്ച് നേരം ഇളക്കിയതിന് ശേഷം എല്ലാം ഒന്ന് ഒതുക്കി വെച്ച് തീ ലോ ഫ്ലെയിമിലേക്കാക്കി നമുക്ക് മൂടി വെച്ച് വേവിച്ചെടുക്കാം. മൂടി തുറന്നതിന് ശേഷം ചെറിയ കഷ്ണം ശർക്കര അതിലിട്ട് വീണ്ടും നന്നായി യോജിപ്പിച്ചെടുത്താൽ തുറന്നു വെച്ച് കുറച്ച് നേരം വേവിച്ചെടുക്കുക. അപ്പോൾ നമ്മുടെ പപ്പായ ഇവിടെ റെഡിയായി.